എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാച്ചുറൽ ഗ്യാസ് സ്ട്രാറ്റജിയാണ്. നാച്ചുറൽ ഗ്യാസ് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം. ലോ ക്യാപിറ്റൽ, നോട്ട് 50,000 ആൻഡ് ബിലോ, അത്യാവശ്യം റീസണബിൾ ക്യാപിറ്റൽ വേണം. അറൗണ്ട് 1 lakh റേഞ്ച്, 1 lakh 1.2 റേഞ്ചിൽ നമുക്ക് ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് നമുക്ക് നാച്ചുറൽ ഗ്യാസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ എങ്ങനെ സാധിക്കും, അത് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒറിജിനൽ നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നാച്ചുറൽ ഗ്യാസിൻ്റെ തന്നെ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് കറണ്ട് മന്ത് ഫ്യൂച്ചേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഓരോ മാസത്തെയും കറണ്ട് മന്ത് നാച്ചുറൽ ഗ്യാസ് എല്ലായ്പ്പോഴും എല്ലാ മാസവും 24th അല്ലെങ്കിൽ 23rd റേഞ്ചിലാണ് എക്സ്പയറി വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർച്ച് അവസാനം നിൽക്കുമ്പോൾ ഏപ്രിൽ 20, അടുത്ത മാസം ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിൽ 23 അല്ലെങ്കിൽ 23rd എക്സ്പയറി വരിക. അത് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലേക്ക് പോവുകയാണെങ്കിൽ മെയ് 23 അല്ലെങ്കിൽ 24th എക്സ്പയറി വരിക. സോ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിൽ അപ്പ് സൈഡും ഡൗൺ സൈഡും പോകാത്ത ഒരു കൺസോളിഡേറ്റഡ് മാനറിലേക്കായിരിക്കും എല്ലായ്പ്പോഴും പോവുക. ബട്ട് ഓൺ ആൻ അൺസർട്ടൺ സിറ്റുവേഷൻസിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം എന്താ പറയുക, നമ്മൾ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാതിരി ചില പെർട്ടിക്കുലർ ഒക്കേഷൻസിൽ, ലൈക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചൊരു വാർ സിറ്റുവേഷൻ വന്നപ്പോൾ കഴിഞ്ഞ ഒരു മാസം നല്ല രീതിയിലൊരു സ്പൈക്ക് ഉണ്ടായി. ബട്ട് ഓൺ ആൻ ആവറേജ് നമ്മൾ എടുത്തു നോക്കുമ്പോഴും എപ്പോഴും എന്താണ്, കൂടുതലും എന്ത് ഫോർമാറ്റിലാണോ അത് ട്രേഡ് ചെയ്യപ്പെടുന്നത് അത് തന്നെയായിരിക്കും ഫ്യൂച്ചറിലും വരിക. ഇൻ ബിറ്റ്വീൻ സം ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാൽ പോലും. സോ ദിസ് വീഡിയോ ഈസ് ഓൺലി നോട്ട് ഫോർ യുവർ ടുമോറോസ് ട്രേഡ്. നാളെ നിങ്ങൾ എന്ത് ട്രേഡ് ചെയ്യണം എന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ കണക്കാക്കരുത്. ഇറ്റ് ഈസ് ഫോർ യുവർ ലോങ് ടേം ട്രേഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉപകരിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്താ, നമുക്ക് സിമ്പിൾ സ്ട്രാങ്കിൾ സ്ട്രാറ്റജി, ഷോർട്ട് സ്ട്രാങ്കിൾ സ്ട്രാറ്റജി തന്നെ മതി. നമുക്ക് രണ്ടെണ്ണം ഹെഡ്ജ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹെഡ്ജ് ചെയ്യുന്നത്? നമ്മളുടെ പ്രിവെൻഷൻ ഓഫ് അവർ ക്യാപിറ്റൽ പ്ലസ് റീസണബിൾ പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ട്രേഡ് എടുക്കുക. എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നു, ബട്ട് വിത്ത് എ ലിമിറ്റഡ് റിസ്ക്, അല്ലെങ്കിൽ നമുക്ക് വിത്ത് എ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് മോർ എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ സെലക്ട് ചെയ്യുക, നേരെ ധന്നിലേക്ക് പോവുക, ധന്നിൻ്റെ ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക, വെബിലൂടെ ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോവുക. സ്ട്രാറ്റജി ബിൽഡറിൽ നിന്നും നിങ്ങൾ എന്തിലേക്ക് പോവുക, നാച്ചുറൽ ഗ്യാസ് അവിടെ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും മേളിൽ, ഞാൻ കാണിക്കാം, സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ബിഗിൻ അവർ നാച്ചുറൽ ഗ്യാസ് സ്ട്രാറ്റജി. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ക്ലാസ്സസിൽ ഒത്തിരി വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിൻ്റെ പേ ഓഫ് ഗ്രാഫ് ഉൾപ്പെടെ നിങ്ങളിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. വെരി സിമ്പിളാണ്. സിമ്പിളായിട്ട് നിങ്ങൾ നാച്ചുറൽ ഗ്യാസ് ഞാൻ പറഞ്ഞു, സ്ട്രാറ്റജി ബിൽഡറിൽ ഓപ്ഷൻ ട്രേഡർ, അതിൽ തന്നെ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് പോവുക. സ്ട്രാറ്റജി ബിൽഡറിൽ ബിൽഡ് സ്ട്രാറ്റജി 4 എന്നുള്ളതിൽ തന്നെ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി, ക്രൂഡ് ഓയിൽ, ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുക, നിങ്ങൾ നേരെ അനലൈസ് പോവുക, പോപ്പുലർ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക. പോപ്പുലർ സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുക, സ്ട്രാങ്കിൾ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഷോർട്ട് സ്ട്രാങ്കിൾ അല്ല, ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, സെല്ല് ചെയ്യുന്നതാണ് എന്നുള്ളത് ഞാൻ അതും വ്യക്തമായിട്ട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട്, അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ലെഗ് എന്താ 23rd ഏപ്രിലിന് അവസാനിക്കുന്ന ഒരു ലെഗ് എത്രയാ, അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് 320 കോൾ, അതായത് ഇപ്പോൾ നിൽക്കുന്നത് 288, 288 നിന്ന് നാച്ചുറൽ ഗ്യാസ് 320 വരെ പോയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. നേരെ റൈറ്റ് സൈഡിൽ ഇവിടെ വരും, ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. 341 നമ്മുടെ ബ്രേക്ക് ഈവൻ ആണ്. അതായത് ഇപ്പം നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇത് 18% നാച്ചുറൽ ഗ്യാസ് മുൻപോട്ട്, 18% ആണ്, 18% മുന്നോട്ട് പോയാലോ അതേമാതിരി 15% എത്രയാ, 243ലേക്ക് താഴെ വരുമ്പോൾ 265, താഴെ 243 വരെ താഴെ പോയാലും നമ്മൾ ലോസിലേക്ക് പോവില്ല. അതായത് അപ്സൈഡ് 15%, ഡൗൺ സൈഡ് 18%. ഇത് രണ്ടിനും ഇതിൻ്റെ ഇടയിലായിരിക്കണം ഈ പറയുന്ന ഏപ്രിൽ 23rd എക്സ്പയറി, ഏപ്രിൽ 23 ഈ പ്രൈസ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കൊക്കെ സഞ്ചരിച്ച് ഈ റേഞ്ചിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്, 27,000 റുപ്പീസ്. 27,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മുടെ
ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് എത്രയാണ് നമുക്ക്? ആക്ച്വലി 1,850,000 rupees, അതായത് 1,10,000 രൂപയോളം നമുക്ക് റിക്വയർഡ് ക്യാപിറ്റൽ വേണം. 2 എണ്ണം സെല്ല് ചെയ്യാനാണ്. നിങ്ങൾ ആലോചിക്കുക, 2 ലോട്ട് സെല്ല് ചെയ്തിടുകയാണ്. ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു. ഈ ലെഗ് തന്നെ സെല്ല് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതെങ്ങനെയാണ് വേണ്ട, ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, സ്പോട്ട് പ്രൈസ് ഇത്രയാണ്, അതിൻ്റെ സ്ട്രൈക്ക് എത്ര, 285 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസ് നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ 285 നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുമ്പോൾ, ഔട്ട് ഓഫ് ദ മണി മാക്സിമം 250 വരെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടോ, ഇവിടെ 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവൈലബിൾ അല്ല എന്നർത്ഥം. ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണ്. 250 എന്ന് പറയുന്ന സ്ട്രൈക്കിന് അത്ര 6 രൂപയ്ക്കും അവൈലബിൾ ഉണ്ട്. അതേമാതിരി ഡൗൺ സൈഡ്, അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എത്ര, നമുക്ക് 288, അപ്പോൾ 300 റേഞ്ചോ 320 നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അതിൻ്റെ എത്ര 11 രൂപയാണത്. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 1,250 ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 1,250 മൾട്ടിപ്ലൈഡ് ബൈ 11 ആണ്. അത്രയും നമുക്ക്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇതിൽ നിന്ന് ഓരോ രൂപ കുറയുമ്പോഴും നമുക്ക് 1,250 രൂപ നമുക്ക് അഡീഷണലി കിട്ടുകയാണ്. അതായത് സെല്ലറുടെ ലാഭം എന്താണ്? സെല്ലറിൻ്റെ ലാഭം എക്സ്പയറി പീരീഡിനുള്ളിൽ എത്ര രൂപ നമ്മൾ എപ്പോഴാണോ എൻട്ര ചെയ്യുന്നത് അത് മുതൽ പ്രൈസ് കുറഞ്ഞ് പ്രീമിയം കുറയുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് സെല്ലേഴ്സിന് കൂടുതലാണെന്നും പ്രോബബിലിറ്റി ഓഫ് ലൂസിങ് ആണ് ബയ്യേഴ്സിന് കൂടുതലെന്നും നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, 2 നമ്മൾ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലാക്കി എടുക്കുക എന്നുള്ളതാണ് നാച്ചുറൽ ഗ്യാസ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. ഇത് നിങ്ങളുടെ ഒരു ഗസ്സിങ്. പലരും ട്രേഡ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിസിലാണ്? ഓപ്ഷൻസ്. ശരിക്കും പറഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നത് ഗസ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വളരെ അൺസർട്ടണിറ്റിയാണ്, നമ്മൾ പാചകവാതകങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഉള്ളിലും ഒരു തോന്നലുണ്ടാവും, എന്താണ്, ഗ്യാസിൻ്റെ പ്രൈസ് ഇൻക്രീസ്ഡ് ആകുന്നു. അപ്പോൾ ഇൻക്രീസ്ഡ് ആയാൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ അപ്പം ഇത്രയും രൂപ മുടക്കി വെറുതെ എന്തിനാ 1,00,000 രൂപ മുടക്കി നമ്മൾ ഈ സ്ട്രാറ്റജി ബിൽഡിന് പകരം ചുമ്മാ ഒരു കോൾ ഓപ്ഷൻ വെറും 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ ലഭിക്കും നമുക്ക്. അത് വാങ്ങി. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താണ്? അത് എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഒരു പക്ഷേ പ്രൈസ് കയറിയിട്ട് തിരിച്ച് താഴ്പോട്ടേക്ക് വരികയോ അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഹെഡ്ജ്ഡ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനിടയിൽ നിങ്ങൾക്ക് അഡീഷണലി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ സപ്പോസ് നിങ്ങളുടെ റേഞ്ച് ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു മേൽക്കൂര പോലെ അല്ലേ, ഒരു ഓടിട്ട വീടിൻ്റെ മേൽക്കൂര പോലെ. അതിൽ തന്നെ ഈ ഒരു റേഞ്ച് ഇപ്പോൾ 10% ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ സെൻട്രലിലുള്ള ലൈനാണ് ഇപ്പം നിൽക്കുന്ന കറണ്ട് പൊസിഷൻ. ഈ സെൻട്രലിലുള്ള ലൈനിൽ നിന്നും ഒരു 10% മുന്നോട്ട് കയറിയാലും, എക്സ്പയറി വരെ മുന്നോട്ട് കയറിയാലും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. അതിന് മേളിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നാൽ പോലും പിന്നെയും ഒരു 5% വരെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതിനും മേളിൽ പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ആ സമയത്ത് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്? ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചിടുക. നേരെ റിവേഴ്സിൽ താഴ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ അതും ഇതേമാതിരി ഈ ഒരു റേഞ്ചിനും താഴെ, ഏറ്റവും താഴെ 15% താഴെ പോവുക. അതിനും മേളിൽ പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആ സമയത്ത് ഇനി ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചിടുക, നാച്ചുറൽ ഗ്യാസിൻ്റെ തന്നെ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് വീണ്ടും പ്രൊട്ടക്റ്റഡ് ആകും. ഇത്രയേ ഉള്ളൂ സിമ്പിൾ സ്ട്രാറ്റജി. ഓക്കെ, ആ സ്ട്രാറ്റജി പ്ലസ് അഡ്ജസ്റ്റ്മെൻറ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾക്ക് നാച്ചുറൽ ഗ്യാസ് നോക്കൂ, വെറും 1,00,000 രൂപ ക്യാപിറ്റൽ ഒന്ന് പോരാ. പക്ഷേ നമ്മൾ ഒന്ന് റിക്വയർബിൾ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞത് എത്ര വേണം? ഒരു 1,50,000 രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം മാസം എങ്ങനെ പോയാലും നമുക്ക് ഇത് തന്നെ മാക്സിമം പ്രോഫിറ്റ് കാണിക്കുന്നത് 27,000 റുപ്പീസാണ്. നമുക്ക് 27 ഒന്നും വേണ്ട, 10,000 കിട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1 lakh നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റൽ. 1 lakhൽ നമുക്ക് 10,000 റുപ്പീസ് കിട്ടിയാൽ തന്നെ ആലോചിച്ച് നോക്കൂ, 10% ആയി. ആ 10% നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ പീസ് ഓഫ്
മൈൻഡ് നമുക്കുണ്ടാവും. ഓരോ നിമിഷവും ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഒരാഴ്ച വരെ നിങ്ങളൊന്നും ചെയ്യേണ്ട. അത് കയറി ഇറങ്ങി ചിലപ്പോൾ ലോസിൽ കാണും, ചിലപ്പോൾ പ്രോഫിറ്റിൽ കാണും, ചിലപ്പോൾ ചെറിയ ലോസിലൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്. കാരണം ടൈം ചെല്ലെ എക്സ്പയറിയുടെ അടുക്കും തോറും നമ്മുടെ ഈ ലെഗ്സിന് എന്ത് സംഭവിക്കുന്നു? ഡീകേ സംഭവിക്കും സ്വാഭാവികമായിട്ടും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗാമ എഫക്റ്റ് കാരണം പെട്ടെന്നൊക്കെ എന്തെങ്കിലും സഡൻ ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഓപ്ഷൻ വാങ്ങാനുള്ള, അത് കോളോ അല്ലെങ്കിൽ പുട്ട് സൈഡിലോ, താഴ്പോട്ടേക്ക് പോകണമെങ്കിൽ പുട്ട് സൈഡിലോ, കോൾ സൈഡിലേക്ക് പോകണമെങ്കിൽ അപ്പ് സൈഡിൽ പോകണമെങ്കിൽ കോൾ സൈഡിൽ വാങ്ങാൻ റെഡിയാക്കി വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. ഇതും സക്സസ്ഫുള്ളായിട്ട് ഒരുപാട് പേര് എൻ്റെ മെൻറ്റർഷിപ്പിൻ്റെ കീഴിൽ തന്നെ ഒത്തിരി പേര് നല്ല രീതിയിൽ അവർ സ്വന്തമായിട്ട് കൃത്യമായിട്ടും ട്രേഡ് എടുത്ത് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 3-4 മാസക്കാലമായിട്ട് വളരെ കൺസർവേറ്റീവായിട്ട് ബട്ട് വളരെ ചിട്ടയോടുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ ഇത്തരം ട്രേഡുകൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ദെൻ ഈവൻ ഈക്വിറ്റീസിൽ ഓൾസോ സ്ട്രാങ്കിൾ ഉപയോഗിച്ചിട്ട് സൈഡ് വേസ് മാർക്കറ്റിൽ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ TCS, എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പറഞ്ഞിട്ട് അനാലിസിസ് നടത്തിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹവും ഇതേമാതിരി സ്ട്രാങ്കിൾ TCSലും സുന്ദരമായിട്ട് 4-5 ദിവസം ആയിട്ടേ ഉള്ളൂ ട്രേഡ്. ഇപ്പോൾ തന്നെ അറൗണ്ട് 6,000 rupees പ്രോഫിറ്റാണ്. ഇനി ഈ നാളെയും കൂടി കഴിഞ്ഞാൽ എക്സ്പയറിയാണ് അല്ലേ. സോ ഒരു 4-5 ഡേയ്സിനുള്ളിൽ അപ്പോൾ കൺസോൾഡേറ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക കാശ് ഉണ്ടാക്കാൻ സാധിക്കുന്ന, എന്നാൽ റിസ്ക് കുറയുന്ന കാശ് എപ്പോഴും ഉണ്ടാക്കാമെന്നും ഞാൻ പറഞ്ഞ് അഥവാ എൻ്റെ വായിൽ നിന്ന് വന്നാലും നിങ്ങൾ തിരുത്തിക്കൊള്ളുക. കാശ് ഉണ്ടാക്കാൻ മാത്രമല്ല, നല്ല ട്രേഡറാകുക. കാശ് ചിലപ്പോൾ സപ്പോസ് ചില അൺസർട്ടൺ സിറ്റുവേഷനിൽ നമ്മൾ ലോസ് ഫേസ് ചെയ്തെന്ന് വരാം. പക്ഷേ ആ ലോസിൻ്റെ ആഘാതം തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ ലോസിലേക്ക് പോകത്തില്ല. നമ്മൾക്കൊരു ലിമിറ്റഡിൽ നിർത്താനും സാധിക്കും പക്ഷേ മോസ്റ്റ്ലി ഇത്തരം സ്ട്രാറ്റജീസ് നമുക്ക് വിജയസാധ്യത കൂടുതലാണ് കൊടുക്കുക. ഓക്കെ, ഓവർ എ ലോങ് പീരിയഡ്. ചില പർട്ടിക്കുലർ മാസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സെറ്റ് ബാക്സ് വന്നാലും നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്നൊരു സാധനം ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങൾ ശീലിക്കും തോറും നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നാച്ചുറൽ ഗ്യാസ് സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ റിവൈസ് ചെയ്ത് കാണുക. പ്രീവിയസ് വീഡിയോസ് 2-3 ഞാനിപ്പോൾ സീരീസ് ആയിട്ട് ഇപ്പോൾ തന്നെ കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ലോ കോസ്റ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓയിലിനെ പറ്റി ഞാൻ പറഞ്ഞു. അതിന് മുന്നത്തെ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പിലേക്ക് ഇരിക്കാനും ശ്രമിക്കുക കേട്ടോ. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.